നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. യുകെയിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയും NHS ഇംഗ്ലണ്ടിനെയും മുൾമുനയിലാക്കിയ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. NHSലെ മെഡിക്കൽ അവഗണന മൂലം രോഗികൾ മരിക്കുന്നത് തുടർക്കഥയാവുന്നു. ക്ലിനിക്കൽ വീഴ്ചകൾ 20 വർഷത്തിനിടെ 3 ഇരട്ടി വർദ്ധിച്ചപ്പോഴും കാര്യമായ നടപടിയെടുക്കാൻ ആരോഗ്യ വകുപ്പിനോ രോഗികളെ അപകടത്തിലാക്കുന്ന പ്രശ്നങ്ങൾ നേരിടാൻ NHSനോ സാധിച്ചില്ല എന്ന് ക്ലിഫ്റ്റൺ ബ്രൗൺ. അഭയാർത്ഥികൾക്ക് ആശ്വാസം. രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്ത് തുടരുന്ന 5 ലക്ഷത്തോളം അനധികൃത അഭയാർത്ഥികൾക്ക് രാജ്യത്ത് തുടരാൻ നിയമപരമായ അനുമതി നൽകുമെന്ന് സ്പെയിൻ. അനുമതി ലഭിക്കുന്നതിന് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് തെളിയിക്കേണ്ടി വരും. ആവശ്യമായ രേഖകൾ സമ്പാദിക്കുന്നതിനായി പല രാജ്യങ്ങളുടെയും എംബസികൾക്ക് മുന്നിൽ വൻ തിരക്ക്. ബ്രിട്ടീഷ് പൗരന്മാർക്ക് സന്ദർശക വിസയിൽ ഇളവുകൾ അനുവദിക്കാൻ ചൈന. 30 ദിവസം വരെയുള്ള ചൈനീസ് സന്ദർശനത്തിന് ബ്രിട്ടീഷ് പൗരന്മാർക്ക് ഇനി മുതൽ വിസ വേണ്ട. ഇളവുകൾ അനുവദിക്കാൻ ധാരണയായത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും തമ്മിൽ നടത്തിയ ചർച്ചയിൽ. ദേശീയ സുരക്ഷാ വിഷയങ്ങളിലും വ്യാപാര വാണിജ്യ ബന്ധങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. എസ്കന്ദർ മമ്മിനിക്കെതിരെ ട്രംപ് ഭരണകൂടം നടപടി. ഇറാനിലെ ദിവസങ്ങളോളം നീണ്ടുനിന്ന രാജ്യവ്യാപക പ്രക്ഷോഭം അടിച്ചമർത്തിയെന്ന് ആരോപിച്ച് പ്രതിഷേധക്കാരുടെ മരണത്തിന് ഉത്തരവാദികളായ ഇറാനിലെ നിയമപാലക സേനയുടെ മേൽനോട്ടം വഹിച്ചത് മൊമനിയാണെന്ന് US ആരോപണം. പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി ഇറാനിൽ കൊല്ലപ്പെട്ടത് 6300 പേർ. ചൈനയുമായി ബ്രിട്ടൻ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നത് വളരെ അപകടകരമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പരാമർശം കീർ സ്റ്റാർമർ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ചകൾ നടത്തുന്നതിനിടെ. കാനഡയുടെ നില അത്ര നല്ലതല്ല എങ്കിലും അതിനൊരു പരിഹാരമായി ചൈനയെ കാണാൻ കഴിയില്ല എന്നും ട്രംപ്. ആദായ നികുതി റെയ്ഡിനിടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയ് സ്വയം വെടിവെച്ച് മരിച്ച സംഭവത്തിൽ അന്വേഷണം CIDക്ക് കൈമാറി കർണാടക സർക്കാർ. റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം വിപുലമായ പരിശോധന വേണ്ടിവരുമെന്ന് അന്വേഷണ സംഘം. ആത്മഹത്യ ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമുണ്ടായതിന്റെ പേരിലെന്നും മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും കുടുംബം. ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായ ഭീകരാക്രമണ ഗൂഢാലോചന നടന്നതായി അന്വേഷണ സംഘം. പ്രതികൾ സ്ഫോടന പരമ്പര പദ്ധതിയിട്ടിരുന്നത് രാജ്യത്തെ പ്രമുഖ ഗ്ലോബൽ കോഫി ചെയിൻ ഔട്ട്ലെറ്റുകളിൽ. ഗ്ലോബൽ കോഫി ഷോപ്പുകളെ ലക്ഷ്യം വെച്ചത് ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടിക്ക് മറുപടി നൽകാൻ. വൈറ്റ് കോളർ ഭീകര സംഘം രഹസ്യമായി രാജ്യത്ത് പ്രവർത്തിച്ചിരുന്നത് കഴിഞ്ഞ 4 വർഷത്തിലധികമായി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഠനഭാരം കുറയ്ക്കാൻ ഒരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. നടപടി 10ാം ക്ലാസ്സിൽ സിലബസ് കൂടുതലാണെന്ന കുട്ടികളുടെ പരാതിയിൽ. അടുത്ത വർഷം സിലബസ് 25% കുറയ്ക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. വാർത്തകൾ വിശദമായി. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയും NHS ഇംഗ്ലണ്ടിനെയും മുൾമുനയിലാക്കി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. NHSലെ മെഡിക്കൽ അവഗണന മൂലം രോഗികൾ മരിക്കുന്നത് തുടർക്കഥയായി മാറുകയാണെന്ന് ഇതിൽ പറയുന്നു. 24 വർഷക്കാലമായി നൽകുന്ന മുന്നറിയിപ്പുകൾ അവഗണിച്ച ഗവൺമെന്റുകളും ഹെൽത്ത് സർവീസുകളുമാണ് ഇതിന് കാരണക്കാരെന്ന് MPമാർ കുറ്റപ്പെടുത്തി. വീഴ്ചകളുടെ പേരിൽ വഹിക്കുന്ന ചെലവുകൾ പ്രതിവർഷം 3.6 ബില്യൺ പൗണ്ടിലേക്ക് ഉയർന്ന സാഹചര്യത്തിലാണ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെന്റിനെയും NHS ഇംഗ്ലണ്ടിനെയും രൂക്ഷമായി വിമർശിക്കുന്ന റിപ്പോർട്ട് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പുറത്തുവിട്ടത്. ഇംഗ്ലണ്ടിൽ നിലനിൽക്കുന്ന പ്രശ്നത്തിന് അർത്ഥവത്തായ നടപടി കൈക്കൊള്ളുന്നതിൽ ഇരു വിഭാഗവും പരാജയപ്പെട്ടെന്ന് റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. 2022 മുതലുള്ള 4 PSC റിപ്പോർട്ടുകൾ ഈ വിധത്തിൽ ഉപദേശങ്ങൾ നൽകിയിരുന്നതായി കമ്മിറ്റി പറഞ്ഞു. 2 ദശകങ്ങളായി മൂല്യമേറിയ മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഗവൺമെന്റും NHSും അടിസ്ഥാന പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായില്ല എന്നത് അസ്വീകാര്യമാണ്. PSC ചെയർമാൻ ജെഫ്രി ക്ലിഫ്റ്റൺ ബ്രൗൺ പറഞ്ഞു. മെറ്റേണിലെ കെയറിലെ വീഴ്ചകൾ അതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ഇത് നികുതിദായകന്റെ ഫണ്ടിൽ നിന്ന് വലിയ തുക ചെലവഴിക്കാൻ നിർബന്ധിതമാക്കുന്നുണ്ടെന്ന് ചെയർമാൻ പറഞ്ഞു. മൊർക്കാംബ ബേ, ഈസ്റ്റ് കെന്റ്, ഷൂബറി, ടെൽഫോർഡ് എന്നിവിടങ്ങളിൽ 2015 മുതൽ നടന്ന മെറ്റേണിറ്റി വിവാദങ്ങൾ സംബന്ധിച്ച് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ക്ലിനിക്കൽ വീഴ്ചകൾ 20 വർഷത്തിനിടെ 3 ഇരട്ടി വർദ്ധിച്ചപ്പോഴും കാര്യമായ നടപടിയെടുക്കാൻ ആരോഗ്യ വകുപ്പിനോ രോഗികളെ അപകടത്തിലാക്കുന്ന പ്രശ്നങ്ങൾ നേരിടാൻ NHSനോ സാധിച്ചില്ല എന്ന് ക്ലിഫ്റ്റൺ ബ്രൗൺ പറയുന്നു. 2024-25 വർഷം ക്ലിനിക്കൽ വീഴ്ചകൾക്ക് നഷ്ടപരിഹാരം നൽകാൻ 60 ബില്യൺ പൗണ്ട് ചെലവഴിച്ചെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്ത് തുടരുന്ന 5 ലക്ഷത്തോളം അനധികൃത അഭയാർത്ഥികൾക്ക് രാജ്യത്ത് തുടരാൻ നിയമപരമായ അനുമതി നൽകുമെന്ന് സ്പെയിനിലെ സോഷ്യലിസ്റ്റ് സർക്കാർ പ്രഖ്യാപിച്ചു. ഇതോടെ ഇതിനാവശ്യമായ കടലാസ് പണികൾ പൂർത്തിയാക്കുന്നതിനായി ബാഴ്സലോണയിലെ പല തെരുവുകളിലും വൻ തിരക്കാണ് ദൃശ്യമായത്. നിയമപരമായി താമസിക്കുന്നതിനുള്ള അനുമതി ലഭിക്കുന്നതിന് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് തെളിയിക്കേണ്ടതുണ്ട്. ഇതിനുള്ള രേഖകൾ കരസ്ഥമാക്കാൻ നഗരത്തിലെ ഇക്സാമ്പിൾ ഡിസ്ട്രിക്റ്റിലുള്ള പാകിസ്ഥാൻ കോൺസുലേറ്റിന് മുന്നിൽ നിരവധി പാക് പൗരന്മാരാണ് തടിച്ചുകൂടിയത്. പ്രധാനമന്ത്രി പെട്രോ സാൻഷസിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ ദിവസമായിരുന്നു അനധികൃതമായി രാജ്യത്തെത്തിയ
5 ലക്ഷത്തോളം പേർക്ക് 1 വർഷം വരെ സ്പെയിൻ നിയമപരമായി താമസിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനും അനുമതി നൽകുമെന്ന് അറിയിച്ചത്. ഇതിനെ തുടർന്ന് ആവശ്യമായ രേഖകൾ സമ്പാദിക്കുന്നതിനായി പല രാജ്യങ്ങളുടെയും എംബസികൾക്ക് മുന്നിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഏറ്റവും വലിയ തിരക്ക് ദൃശ്യമാകുന്നത് പാകിസ്ഥാൻ എംബസിക്ക് മുന്നിലാണ്. സർക്കാരിന്റെ ഈ തീരുമാനത്തിനെതിരെ ശക്തമായ നിലപാടുമായാണ് വലതുപക്ഷ പാർട്ടിയായ വോക്സ് പാർട്ടി രംഗത്ത് എത്തിയിരിക്കുന്നത്. അധിനിവേശത്തെ സാൻഷസ് പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് ആരോപിച്ച വോക്സ് പാർട്ടി നേതാവ് സാന്റിയാഗോ അബാസ്കൽ പ്രധാനമന്ത്രി സ്പാനിഷ് ജനതയെ വെറുക്കുകയാണെന്നും ആരോപിച്ചു. ശതകോടീശ്വരനായ എലൻ മസ്ക് കൂടി ഈ നടപടിയെ ശക്തമായി അപലപിച്ച് രംഗത്തെത്തിയതോടെ മസ്കിനും സാൻഷസിനും ഇടയിൽ ഒരു ഓൺലൈൻ യുദ്ധവും ആരംഭിച്ചിരിക്കുകയാണ്. ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ കളിയാണ് എന്നാണ് സ്പെയിനിലെ വലതുപക്ഷം ഉയർത്തുന്ന പ്രധാന ആരോപണം. വലതുപക്ഷത്തെ എതിർക്കാനായി 5 ലക്ഷം അനധികൃത അഭയാർത്ഥികൾക്ക് സ്പെയിനിൽ താമസിക്കാൻ നിയമസാധുത നൽകിയെന്നവർ ആരോപിക്കുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മൈൽസ് ഷിയോം എന്ന വ്യക്തി ഇട്ട എക്സ്പോസ്റ്റിലാണ് എലൻ മസ്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ഇറക്കി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ആശയം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണെന്ന് വിമർശകർ പറയുന്നു. ഇപ്പോൾ 5 ലക്ഷത്തോളം പേർക്ക് രാജ്യത്ത് കഴിയാൻ നിയമസാധുത നൽകുന്നു. വളരെ പെട്ടെന്ന് തന്നെ അവർക്ക് സ്പാനിഷ് പൗരത്വം നൽകുകയും ചെയ്യും. അതായത് തങ്ങൾക്ക് അനുകൂലമായ വോട്ടുകൾ സോഷ്യലിസ്റ്റ് സർക്കാർ ഇറക്കുമതി ചെയ്യുന്നു എന്നാണ് വലതുപക്ഷ അനുഭാവികൾ ആരോപിക്കുന്നത്. ഈ തീരുമാനത്തിനെതിരെ വോക്സ് പാർട്ടി സുപ്രീം കോടതിയെ സമീപിക്കുമെന്നാണ് പാർട്ടി വക്താവ് വ്യക്തമാക്കിയത്. അതേസമയം സ്പാനിഷ് സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് കുടിയേറ്റം ആവശ്യമാണെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. പ്രധാന പ്രതിപക്ഷ കക്ഷിയായ പോപ്പുലർ പാർട്ടിയും ഈ തീരുമാനത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ബ്രിട്ടീഷ് പൗരന്മാർക്ക് സന്ദർശക വിസയിൽ ഇളവുകൾ അനുവദിക്കാൻ ചൈനീസ് തീരുമാനം. 30 ദിവസം വരെയുള്ള ചൈനീസ് സന്ദർശനത്തിന് ബ്രിട്ടീഷ് പൗരന്മാർക്ക് ഇനി മുതൽ വിസ വേണ്ട. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും തമ്മിൽ നടന്ന ചർച്ചയിലാണ് ഇതു സംബന്ധിച്ച് ധാരണയായത്. പദ്ധതി എന്നു മുതൽ പ്രാബല്യത്തിലാകുമെന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഉടൻ പ്രഖ്യാപിക്കുമെന്നാണ് ഡൗണിംഗ് സ്ട്രീറ്റ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ബ്രിട്ടനിൽ നിന്നുള്ള വിസകൾക്ക് നിലവിലുള്ള 10% ഇറക്കുമതി ചുങ്കം 5% കുറയ്ക്കാനും ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ദേശീയ സുരക്ഷ സംബന്ധിച്ച വിഷയങ്ങളിലും ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായിട്ടുണ്ട്. വിസയില്ലാതെ ചൈനയിലേക്ക് യാത്ര ചെയ്യാനുള്ള സാഹചര്യം ലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രയോജനകരമാകും. ബ്രിട്ടീഷ് പൗരത്വം എടുത്തിട്ടുള്ള മലയാളികൾ അടക്കമുള്ളവർക്കും ഈ ഇളവ് ഗുണം ചെയ്യും. 2024 6,20,000 പേരാണ് ബ്രിട്ടനിൽ നിന്നും ചൈനയിലേക്ക് യാത്ര ചെയ്തത്. നിലവിൽ ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ 50 രാജ്യങ്ങളുള്ളവർക്ക് വിസയില്ലാതെ 30 ദിവസം വരെ ചൈനയിലേക്ക് യാത്ര ചെയ്യാം. ഈ പട്ടികയിലേക്കാണ് പുതിയതായി ബ്രിട്ടനും ചേരുന്നത്. ആദ്യ വീട് വാങ്ങലുകാർക്കായി ലൈഫ് ടൈം ISA പദ്ധതിക്ക് പകരം ആരംഭിക്കുന്ന പുതിയ സേവിംഗ്സ് പദ്ധതിയുടെ രൂപരേഖ HMRC സ്ഥിരീകരിച്ചു. 2028 ഏപ്രിൽ മുതൽ നടപ്പാക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതി ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് വേണ്ടി മാത്രമായിരിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിലെ ലിസയിലുള്ള റിട്ടയർമെന്റ് സമയത്തുള്ള ആനുകൂല്യം ലഭിക്കാനുള്ള അവസരം ഇതിൽ ഉൾപ്പെടില്ല. ലിസയെ അപേക്ഷിച്ച് വീട് വാങ്ങൽ എന്ന ഏക ലക്ഷ്യത്തിലേക്ക് പദ്ധതി കേന്ദ്രീകരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം. പുതിയ പദ്ധതിയിൽ സർക്കാർ നൽകുന്ന 25% ബോണസ് വീട് വാങ്ങുന്ന സമയത്ത് ഒറ്റത്തവണയായി ലഭ്യമാക്കും. ഇതോടെ നിലവിലെ ലിസയിൽ ഉള്ളതുപോലെ അർഹതയില്ലാതെ ആവശ്യങ്ങൾക്ക് പണം പിൻവലിക്കുമ്പോൾ ഏർപ്പെടുത്തുന്ന 25% പിഴ ചാർജ് ഒഴിവാക്കും. സാഹചര്യങ്ങൾ മാറിയാൽ നിക്ഷേപകർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുമോ എന്ന കാര്യം പിന്നീട് പരിഗണിക്കുമോ എന്ന കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിവായിട്ടില്ല. അതേസമയം പുതിയ പദ്ധതി ആരംഭിക്കുന്നതിന് മുൻപ് ലിസ തുറക്കുന്നവർക്കും നിലവിൽ ലിസ ഉള്ളവർക്കും പഴയ നിയമങ്ങൾ തുടരും. അതായത് 60 വയസ്സിനു ശേഷം വിരമിക്കൽ ആവശ്യത്തിനായി പണം ഉപയോഗിക്കാനുള്ള അവസരവും മാസം തോറുമുള്ള ബോണസും ഇവർക്ക് ലഭ്യമാകും. ഫസ്റ്റ് ടൈം പേയേഴ്സിനെ പിന്തുണയ്ക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ 2026 തുടക്കത്തിൽ ഈ പുതിയ പദ്ധതിയുടെ നടപ്പാക്കലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സ്കൂൾ പ്രവൃത്തി ദിനങ്ങളിൽ ക്ലാസ് കട്ട് ചെയ്ത് കുട്ടികളെ യാത്ര കൊണ്ടുപോകുന്ന മാതാപിതാക്കൾ ഇനി ജാഗ്രത പാലിക്കണം. രക്ഷിതാക്കൾക്ക് ചുമത്തുന്ന പിഴയുടെ എണ്ണം റെക്കോർഡ് ഉയരത്തിലെത്തി. വിദ്യാഭ്യാസ വകുപ്പ് പുറത്തുവിട്ട പുതിയ കണക്ക് പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം 4,59,288 ഫൈനുകളാണ് ടേം ടൈം അവധിയെടുത്തതിന്റെ പേരിൽ ചുമത്തിയത്. മുൻ വർഷത്തേക്കാൾ 4% വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അനുമതിയില്ലാതെ സ്കൂളിൽ വരാതിരുന്നതിന് ചുമത്തിയ ഫൈനുകളിൽ 93% ഇത്തരം അവധികളുമായി ബന്ധപ്പെട്ടവയാണ്. 2024 വന്ന നിയമ ഭേദഗതിയാണ് ഇതിന് കാരണം. മുൻപ് 60 പൗണ്ടായിരുന്ന പിഴ പുതിയ ചട്ടപ്രകാരം ഓരോ കുട്ടിക്കും 80 പൗണ്ടാക്കി ഉയർത്തി. സ്കൂൾ ദിനങ്ങളിൽ കുട്ടികൾ മുടങ്ങുന്നത് തടയാനാണ് നടപടിയെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കി. സ്കൂൾ സമയത്ത് നീണ്ട അവധികൾ എടുക്കുന്നത് പഠനത്തെ ബാധിക്കും. നാട്ടിലേക്ക് യാത്ര പോകുന്ന മലയാളി കുടുംബങ്ങളിലെ കുട്ടികളുടെ സ്കൂൾ ദിനങ്ങൾ കുറയാറുണ്ട്. ഇത് പലപ്പോഴും ഫൈൻ അടയ്ക്കേണ്ട അവസ്ഥയിലെത്തിക്കും. അതുകൊണ്ട് ഇനി സ്കൂൾ പ്രവൃത്തി ദിനങ്ങൾ അവധിയെടുപ്പിൽ മാതാപിതാക്കൾ 2 വട്ടം ആലോചിക്കും. തിരക്കേറിയ സമയത്ത് ലണ്ടൻ യൂസ്റ്റൺ സ്റ്റേഷനിലുണ്ടായ അഗ്നിബാധയെ തുടർന്ന് നിരവധി ട്രെയിനുകൾ റദ്ദാക്കിയതോടെ വലഞ്ഞ് ആയിരങ്ങൾ. 10ഓളം ഫയർ എഞ്ചിനുകളും 70ലധികം അഗ്നിശമന സേനാംഗങ്ങളുമാണ് തീയണയ്ക്കാൻ എത്തിയത്. ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ 9:00-ഓടെയാണ് വടക്കൻ ലണ്ടനിലെ ക്യാംഡനിലുള്ള റീജന്റ് പാർക്ക് റോഡിൽ അഗ്നിബാധ ഉണ്ടായത്. ഉച്ചയ്ക്ക് 1 മണിയോടെ തീ നിയന്ത്രണ വിധേയമാക്കിയതായി ലണ്ടൻ ഫയർ ബ്രിഗേഡ് അറിയിച്ചു. എന്നാൽ ട്രെയിനുകൾ ഓടിത്തുടങ്ങാൻ പിന്നെയും സമയമെടുത്തു. വെസ്റ്റ് കോസ്റ്റ് മെയിൻ ലൈൻ യൂസ്റ്റണും വാറ്റ്ഫോർഡ് ജംഗ്ഷനും ഇടയിൽ അടച്ചിട്ടു. അവന്തി വെസ്റ്റ് കോസ്റ്റ്, ലണ്ടൻ നോർത്ത് വെസ്റ്റേൺ റെയിൽവേ, ലണ്ടൻ ഓവർഗ്രൗണ്ട് തുടങ്ങിയവയുടെ സർവീസുകളും ഇത് കാരണം തടസ്സപ്പെട്ടു. റെയിൽവേ ലൈനോട് ചേർന്ന ഒരു ഒറ്റനില കെട്ടിടത്തിലായിരുന്നു തീപിടുത്തം ഉണ്ടായത്. നേരത്തെ പ്രൈംറോസ് ഹിൽസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന സ്ഥലത്താണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഇറാനിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന രാജ്യവ്യാപക പ്രക്ഷോഭം അടിച്ചമർത്തിയെന്ന് ആരോപിച്ച് ഇറാന്റെ ആഭ്യന്തരമന്ത്രി എസ്കന്ദർ മൊമനിക്കെതിരെ ട്രംപ് ഭരണകൂടം ഉപരോധം ഏർപ്പെടുത്തി.
സമാധാനപരമായി പ്രതിഷേധിച്ച നിരവധി ആളുകളുടെ മരണത്തിന് ഉത്തരവാദികളായ ഇറാനിലെ നിയമപാലക സേനയുടെ മേൽനോട്ടം വഹിച്ചത് മൊമേനിയാണെന്ന് US ആരോപിച്ചു. മൊമേനിക്കും ഇറാനിലെ നീതിന്യായ വ്യവസ്ഥയിലെ അംഗങ്ങൾക്കും മറ്റു ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരെ വ്യാഴാഴ്ച യൂറോപ്യൻ യൂണിയനും ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. വിലക്കയറ്റത്തിനും സാമ്പത്തിക അരക്ഷിതാവസ്ഥയ്ക്കുമെതിരെ ആരംഭിച്ച പ്രക്ഷോഭം അടിച്ചമർത്തുന്ന നയം ഇറാൻ സർക്കാർ സ്വീകരിച്ചതോടെ രാജ്യത്തിന്റെ മറ്റിടങ്ങളിലേക്കും വ്യാപിക്കുകയും ഖമേനി വിരുദ്ധ പ്രക്ഷോഭമായി മാറുകയുമായിരുന്നു. പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി ഇറാനിലെ അർദ്ധസൈനിക വിഭാഗമായ റവല്യൂഷണറി ഗാർഡിന്റെ നടപടികളിൽ 6300 പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ഇറാനിയൻ ഉദ്യോഗസ്ഥരും സർക്കാർ മാധ്യമങ്ങളെ പ്രതിഷേധക്കാരെ ഭീകരർ എന്നാണ് വിശേഷിപ്പിച്ചത്. റവല്യൂഷണറി ഗാർഡിനെ യൂറോപ്യൻ യൂണിയൻ വ്യാഴാഴ്ച ഭീകര സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. അൽ-ഖ്വയ്ദ, IS, ഹമാസ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ പട്ടികയിലാണ് റവല്യൂഷണറി ഗാർഡിനെയും ഉൾപ്പെടുത്തിയത്. പ്രതിഷേധക്കാരെ അക്രമാസക്തമായി അടിച്ചമർത്തിയതിന്റെ പേരിൽ റവല്യൂഷണറി ഗാർഡിലെ ഉന്നത കമാൻഡർമാർ ഉൾപ്പെടെ 15 ഇറാനിയൻ ഉദ്യോഗസ്ഥർക്കും 27 അംഗ യൂറോപ്യൻ യൂണിയൻ കഴിഞ്ഞ ദിവസം ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ചൈനയുമായി ബ്രിട്ടൻ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നത് വളരെ അപകടകരമാണ് എന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ചകൾ നടത്തുന്നതിനായി ബെയ്ജിംഗ് സന്ദർശിക്കുന്ന സമയത്താണ് ട്രംപിന്റെ ഈ പരാമർശം. ഭാര്യയും US പ്രഥമ വനിതയുമായ മെലാനിയ ട്രംപിനെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പ്രീമിയറിൽ പങ്കെടുക്കുകയാണ് ബ്രിട്ടൻ ചൈനയുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നതിനെ കുറിച്ച് മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയത്. ബ്രിട്ടൻ അങ്ങനെ ചെയ്യുന്നത് വളരെ അപകടകരമാണെന്നായിരുന്നു ട്രംപിന്റെ മറുപടി. കൂടാതെ കാനഡ ചൈനയുമായി വ്യാപാരത്തിൽ ഏർപ്പെടുന്നതും അപകടകരമാണെന്ന് ട്രംപ് പറഞ്ഞു. കാനഡയുടെ നില അത്ര നല്ലതല്ല എന്നും അവർ വളരെ മോശം അവസ്ഥയിലാണ് എന്നും അതിനൊരു പരിഹാരമായി ചൈനയെ കാണാൻ കഴിയില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ അടുത്ത ചെയർമാനായി മുൻ ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥൻ കെവിൻ വാർഷിനെ നാമനിർദ്ദേശം ചെയ്യുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. നിലവിലെ ചെയർമാൻ ജെറോം പവലിന്റെ കാലാവധി മെയ് മാസമാണ് അവസാനിക്കുന്നത്. പലിശ നിരക്കുകൾ വേഗത്തിൽ കുറയ്ക്കുന്നില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി ട്രംപിന്റെ വിമർശനത്തിന് വിധേയനായിട്ടുണ്ട് പവൽ. എന്നാൽ ഇതേ ട്രംപ് തന്നെയാണ് 2017 ഫെഡിന്റെ നേതൃത്വം ജെറോം പവലിനെ തിരഞ്ഞെടുത്തത്. പവലിനെ ഫെഡ് ചെയർമാനായി നിയമിച്ച കാലത്ത് വാഷിനെയാണ് ആദ്യം ട്രംപ് ആലോചിച്ചിരുന്നത്. എന്നാൽ നിയമനം പവലിലേക്ക് എത്തുകയായിരുന്നു. എസ്റ്റീ ലാഡർ കോസ്മെറ്റിക് ബിസിനസ് സാമ്രാജ്യത്തിന്റെ അവകാശിയും ട്രംപിന്റെ ദീർഘകാല പിന്തുണക്കാരനുമായ റൊണാൾഡ് ലാഡറുടെ മകളുടെ ഭർത്താവാണ് വാൾഷ്. ഫെഡിന്റെ പ്രധാന പലിശ നിരക്ക് നിലവിലുള്ള 3.6% നിന്നും 1% കുറയ്ക്കണമെന്ന് ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ വാഷിനാകട്ടെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഉയർന്ന പലിശ നിരക്കുകളെ അനുകൂലിക്കുന്ന നിലപാടുകാരനുമാണ്. അതുകൊണ്ട് തന്നെ വാഷിനെ പരിഗണിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം അപ്രതീക്ഷിതമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2008-2009 ആഗോള സാമ്പത്തിക മാന്ദ്യകാലത്തും അതിനുശേഷവും ഫെഡ് പിന്തുടർന്ന കുറഞ്ഞ പലിശ നിരക്ക് നയങ്ങളെ വാർഷ് എതിർത്തിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ വിലക്കയറ്റം വേഗത്തിൽ ഉയരുമെന്ന ആശങ്കയും അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മാന്ദ്യം അവസാനിച്ചതിനു ശേഷം നിരവധി വർഷങ്ങൾ വിലക്കയറ്റം വളരെ താഴ്ന്ന നിലയിൽ തന്നെ തുടരുകയായിരുന്നു. അടുത്ത കാലത്ത് വാർഷ് തന്റെ നിലപാടിൽ മാറ്റം വരുത്തിയതായും കുറഞ്ഞ പലിശ നിരക്കുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചതായും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. ഫെഡിൽ ഭരണരീതി മാറ്റം ആവശ്യമാണെന്ന നിലപാടുകാരനായ വാർഷ് കാലാവസ്ഥാ മാറ്റം, വൈവിധ്യം, സമത്വം ഉൾക്കൊള്ളൽ തുടങ്ങിയ വിഷയങ്ങളിൽ ഫെഡ് ഇടപെടുന്നതിനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. ഇത്തരം വിഷയങ്ങൾ ഫെഡിന്റെ ചുമതലയ്ക്ക് പുറത്താണെന്ന് വാർഷ് അഭിപ്രായപ്പെട്ടു. ഈ നീക്കം ഫെഡിനെ വൈറ്റ് ഹൌസിനോട് കൂടുതൽ അടുപ്പിക്കുമെന്നും ഏജൻസിയിൽ ട്രംപിന് കൂടുതൽ നിയന്ത്രണം നേടാൻ സാധിക്കുമെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ഫെഡ് ബോർഡിലെ 7 ഗവർണർമാരിൽ ഒരാളായ ലിസ കുക്കിനെ പുറത്താക്കാൻ ട്രംപ് ശ്രമം നടത്തിയത് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു. ബോർഡിൽ തന്റെ ഭൂരിപക്ഷം ഉറപ്പാക്കാനാണ് ട്രംപ് നീക്കം നടത്തിയതെങ്കിലും കുക്ക് കേസ് ഫയൽ ചെയ്യുകയും കേസ് തീർപ്പാകുന്നതുവരെ സ്ഥാനത്ത് തുടരാൻ സുപ്രീം കോടതി അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. സെനറ്റിന്റെ അംഗീകാരം ലഭിച്ചാൽ പലിശ നിരക്കുകൾ വൻതോതിൽ കുറയ്ക്കുക എന്ന ലക്ഷ്യം നടപ്പാക്കുന്നതിൽ വാഷിന് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരും. 19 അംഗങ്ങളുള്ള ഫെഡിന്റെ പലിശ നിരക്ക് നിശ്ചയിക്കുന്ന സമിതിയിൽ ചെയർമാൻ ഒരംഗം മാത്രമാണ്. ഇവരിൽ 12 പേർക്കാണ് ഓരോ പലിശ നിരക്ക് തീരുമാനത്തിലും വോട്ടവകാശമുള്ളത്. സ്ഥിരമായ വിലക്കയറ്റത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നവരും പലിശ നിരക്കുകൾ മാറ്റമില്ലാതെ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരും തൊഴിലില്ലായ്മയിലെ വർധന, സമ്പദ് വ്യവസ്ഥ മന്ദഗതിയിലാണെന്ന് സൂചിപ്പിക്കുന്നതിനാൽ പലിശ നിരക്ക് കുറയ്ക്കണമെന്ന് വാദിക്കുന്നവരും എല്ലാവരുമായി നിലവിൽ സമിതിയിൽ പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 125.48 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 91.67 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 108.61 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.37 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 67.31 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ആദായ നികുതി റെയ്ഡിനിടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയ് സ്വയം വെടിവെച്ചു മരിച്ച സംഭവത്തിൽ അന്വേഷണം CIDക്ക് കൈമാറി കർണാടക സർക്കാർ. റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം വിപുലമായ പരിശോധന വേണ്ടിവരുമെന്നതിനാലാണിത്. ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമുണ്ടായെന്ന കുടുംബത്തിന്റെ പരാതി വിശദമായി അന്വേഷിക്കും. കുറ്റമറ്റ അന്വേഷണത്തിനാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5 പേജുള്ള പരാതിയാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ് ഡയറക്ടർ TJ ജോസഫ് നൽകിയത്. TJ റോയ് ഓഫീസിലെത്തിയത് തനിക്കൊപ്പം എന്ന് TJ ജോസഫ് പറയുന്നു. IT ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തതിന് പിന്നാലെ സ്വന്തം മുറിയിലേക്ക് പോയി. വാതിലകത്ത് നിന്ന് കുറ്റിയിട്ട ശേഷമാണ് സ്വയം വെടിയുതിർത്തത്. ആരെയും അകത്തേക്ക് വിടരുതെന്ന് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് റോയ് നിർദ്ദേശം നൽകിയിരുന്നുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. കൺഗ്ലാസ് തുറക്കുന്ന വേഗത്തിലാണ് കോടീശ്വരന്മാരുടെ പട്ടികയിലേക്ക്
CJ റോയ് ഉയർന്നത്. 2005 തുടങ്ങിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് 2 പതിറ്റാണ്ടുകൊണ്ട് ഇന്ത്യയിലും വിദേശത്തും ഏറ്റവും വിശ്വസ്തമായ നിർമ്മാണ കമ്പനിയായി മാറി. അതുകൊണ്ട് തന്നെ റോയിയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ ഞെട്ടലിലാണ് കേരളത്തിലെ ബിസിനസ് സമൂഹവും. കേന്ദ്ര ഏജൻസികൾ CJ റോയിയെ വിടാതെ പിന്തുടരുന്നത് എന്തിനെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. സാധാരണ നികുതി പരിശോധനകൾ ഏത് ബിസിനസ്സിലും സ്വാഭാവികമെന്നിരിക്കെ റോയിയുടെ കാര്യത്തിൽ അസാധാരണമായി എന്താണ് ഉണ്ടായതെന്നതും വ്യക്തമല്ല. 2025 നവംബർ 10 ഡൽഹി ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായ ഭീകരാക്രമണ ഗൂഢാലോചന നടന്നതായി അന്വേഷണ സംഘം. രാജ്യത്തെ പ്രമുഖ ഗ്ലോബൽ കോഫി ചെയിൻ ഔട്ട്ലെറ്റുകളിൽ സ്ഫോടന പരമ്പര നടത്താനായിരുന്നു പ്രതികൾ ആദ്യം പദ്ധതിയിട്ടിരുന്നതെന്ന നിർണായക വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടിക്ക് സ്ഫോടനങ്ങളുടെ മറുപടി നൽകുക എന്നതായിരുന്നു ഗ്ലോബൽ കോഫി ഷോപ്പുകളെ ലക്ഷ്യം വെക്കാനുള്ള പ്രധാന കാരണം. എന്നാൽ ലക്ഷ്യസ്ഥാനങ്ങളെ ചുറ്റി ഭീകരർക്കിടയിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി. സംഘത്തിലെ ചിലർക്ക് ജമ്മു കാശ്മീരിലെ സുരക്ഷാ സൈന്യത്തെ ലക്ഷ്യം വെച്ച് സ്ഫോടനം നടത്തണമെന്നായിരുന്നു താല്പര്യമെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷമായി രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന ഈ വൈറ്റ് കോളർ ഭീകര സംഘം രാജ്യത്തിന് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തിയിരുന്നത്. ജമ്മു കാശ്മീർ പോലീസിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരങ്ങളാണ് ഡൽഹിക്ക് ശേഷം ഭീകരർ നടത്താനിരുന്ന തുടർ പദ്ധതികൾക്ക് തടയിട്ടത്. കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന എന്നിവിടങ്ങളിൽ നടപ്പിലാക്കാൻ നിശ്ചയിച്ചിരുന്ന നിരവധി ഭീകരാക്രമണ പദ്ധതികളാണ് ഇതുവഴി പരാജയപ്പെടുത്തിയത്. ശാസ്ത്രീയമായ തെളിവുകളുടെയും പ്രതികളുടെ മൊഴികളുടെയും അടിസ്ഥാനത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. പ്രതികളുടെ കൃത്യമായ പങ്ക് വ്യക്തമാക്കുന്ന വിശദമായ കുറ്റപത്രം ഉടൻ തന്നെ NIA കോടതിയിൽ സമർപ്പിക്കും. ഈ ഭീകര ശൃംഖലയുടെ കൂടുതൽ കണ്ണികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണെന്ന് സുരക്ഷാ ഏജൻസികൾ അറിയിച്ചു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാറിനെതിരെ സംയുക്ത കിസാൻ മോർച്ച പ്രക്ഷോഭത്തിലേക്ക്. കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറണമെന്നാണ് ആവശ്യം. കരാർ രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാകും. പഴച്ചാറുകളുടെയും സംസ്കരിച്ച ഭക്ഷണങ്ങളുടെ നികുതിരഹിത ഇറക്കുമതി വൻ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്നും സംയുക്ത കിസാൻ മോർച്ച വ്യക്തമാക്കി. ഫെബ്രുവരി 12 പൊതു പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തുടനീളം പ്രതിഷേധ റാലികൾ സംഘടിപ്പിക്കും. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ ലോക വ്യാപാരത്തിന്റെ 25% ശക്തിപ്പെടുത്തുമെന്നാണ് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ അവകാശപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള 99% ഉൽപ്പന്നങ്ങളും ഈ കരാറിന്റെ പരിധിയിൽ വരുമെന്നത് കയറ്റുമതി മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകും. ഇന്ത്യയിലെ ജ്വല്ലറി മുതൽ സ്പോർട്സ് സാമഗ്രികളുടെ നിർമ്മാതാക്കൾക്ക് വരെ കരാർ നേട്ടമുണ്ടാക്കുമെന്ന് പീയൂഷ് ഗോയൽ വിവരിച്ചു. വാണിജ്യ രംഗത്തെ വലിയ മാറ്റങ്ങൾക്കൊപ്പം പ്രതിരോധ സഹകരണ മേഖലയിലും ഈ കരാർ വലിയ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ലേബൽ കോഡുകളും പുതിയ തൊഴിലുറപ്പ് നിയമവും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഫെബ്രുവരി 12 രാജ്യവ്യാപകമായി പണിമുടക്ക് നടത്തുമെന്ന് CITU പ്രഖ്യാപിച്ചിട്ടുണ്ട്. CITUവിന്റെ നേതൃത്വത്തിൽ രാജ്യത്തെ 3000 കേന്ദ്രങ്ങളിൽ സമരം സംഘടിപ്പിക്കും. സംയുക്ത കിസാൻ മോർച്ചയുടെയും വിവിധ കർഷക സംഘടനകളുടെയും പിന്തുണയോടെയായിരിക്കും സമരം. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ കർണാടകയിൽ നടപ്പിലാക്കാനുള്ള കോൺഗ്രസ് സർക്കാരിന്റെ നീക്കം പ്രതിഷേധാർഹമാണെന്നും ജനറൽ സെക്രട്ടറി എളമരം കരീം പറഞ്ഞു. RRTS പദ്ധതിയിൽ പിടിവാശിയെടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമീപനത്തെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് E ശ്രീധരനെ കൊച്ചി മെട്രോ ചുമതലയിൽ നിന്ന് മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞ് ബഹളം വെച്ചതാണ് CPM എന്നും ഇപ്പോൾ എല്ലാവരും ചേർന്ന് പരിഹസിക്കുകയാണെന്നും VD സതീശൻ പറഞ്ഞു. അതിവേഗ റെയിൽപാത വരുന്നതിന് എതിരല്ല എന്നും നല്ല പദ്ധതി ആര് കൊണ്ടുവന്നാലും എതിർക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സ്പ്ലിംഗർ വിവാദവുമായി ബന്ധപ്പെട്ട് താൻ കേസ് കൊടുത്തിട്ടില്ല എന്നും വിട്ടിട്ടോടിയത് പിണറായി വിജയനാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. CJ റോയിയുടെ ആത്മഹത്യയിൽ ഗൗരവകരമായ അന്വേഷണം നടത്തണമെന്നും ദുരൂഹത നീക്കണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. തുടർ ഭരണം ലക്ഷ്യമിടുന്ന മുഖ്യമന്ത്രിക്കും CPM-ന് മുന്നറിയിപ്പുമായി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി രംഗത്ത്. ലാവ്ലിൻ കേസ് തലയ്ക്ക് മുകളിലുണ്ടെന്ന കാര്യം പിണറായി വിജയൻ മറക്കരുതെന്നും ഷാജി KMCC കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിൽ പറഞ്ഞു. ചോദ്യം ചെയ്യലിന്റെ പേരിൽ ED തന്നെയും കുടുംബത്തെയും അതിനീചമായി ഉപദ്രവിച്ചു. ഒരു തെറ്റുപോലും ചെയ്യാതെ തന്നെയും ഭാര്യയും ED ബുദ്ധിമുട്ടിച്ചു. ചോദ്യം ചെയ്യാനെന്ന പേരിൽ ഭാര്യയെ കൊണ്ടുപോയ ഉദ്യോഗസ്ഥർ രാത്രി 7 മണി വരെ ബുദ്ധിമുട്ടിച്ചെന്നും ഷാജി പറഞ്ഞു. അഴീക്കോട് തിരഞ്ഞെടുപ്പ് കേസിൽ ഷാജിക്ക് ഹൈക്കോടതി അയോഗ്യത വിധിച്ച നടപടി സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിരുന്നു. ഹൈക്കോടതിയുടേത് അധികാര പരിധി മറികടന്നുകൊണ്ടുള്ള ഉത്തരവാണെന്നും തിരഞ്ഞെടുപ്പ് ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ വിഷയം രാഷ്ട്രപതിക്ക് വിടേണ്ടിയിരുന്നുവെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി വിധിച്ച അയോഗ്യത പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് എതിർ സ്ഥാനാർത്ഥികളായിരുന്ന MP നികേഷ് കുമാർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. 2016 തിരഞ്ഞെടുപ്പിൽ രൂപീകൃതമായ നിയമസഭയുടെ കാലാവധി 2021 അവസാനിച്ചു. ഈ സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് ഹർജിക്ക് പ്രസക്തി നഷ്ടമായി. അതിനാൽ തിരഞ്ഞെടുപ്പ് ക്രമക്കേട് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ കണ്ടെത്തലിന് ഇനി പ്രസക്തിയില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഠനഭാരം കുറയ്ക്കാൻ ഒരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. 10ാം ക്ലാസ്സിൽ സിലബസ് കൂടുതലാണെന്ന് കുട്ടികൾക്ക് പരാതിയുണ്ടെന്നും അടുത്ത വർഷം സിലബസ് 25% കുറയ്ക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് സിലബസ് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് 3 കുട്ടികൾ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. തേവലക്കരയിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച വിദ്യാർത്ഥി മിഥുന്റെ കുടുംബത്തിന് കേരള സ്റ്റേറ്റ് ഫയർ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം നിർവഹിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു V ശിവൻകുട്ടി. കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് തണലായി. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വെച്ച് നൽകിയ വീടിന്റെ താക്കോൽ വിദ്യാഭ്യാസ മന്ത്രി കൈമാറി. വീട് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞ് കാശ് പിരിച്ച് വീട് നിർമ്മിക്കാത്തവർ ഉള്ള കാലമാണിതെന്നും ആ സമയത്താണ് മിഥുന്റെ കുടുംബത്തിന് വീട് വെച്ച് നൽകിയതെന്നും മന്ത്രി പറഞ്ഞു. മിഥുന്റെ മാതാപിതാക്കളിൽ ആർക്കെങ്കിലും തേവലക്കര സ്കൂളിൽ ജോലി നൽകണമെന്ന് V ശിവൻകുട്ടി അഭ്യർത്ഥിച്ചു.
ശ്രീലങ്കയ്ക്കെതിരായ ഒന്നാം ട്വന്റി മത്സരത്തിൽ തകർപ്പൻ ഹാട്രിക് നേടിയിരിക്കുകയാണ് ഇംഗ്ലീഷ് സൂപ്പർ താരം സാം കറൻ. ശ്രീലങ്കൻ ബാറ്റിംഗിന്റെ അവസാന ഓവറുകളിൽ ദസുൻ സെനക, മഹിഷ തീക്ഷ്ണ, മതീഷ പതിരാന എന്നിവരെ തുടർച്ചയായ പന്തുകളിൽ പുറത്താക്കിയാണ് കറൻ ഹാട്രിക് തികച്ചത്. മത്സരത്തിൽ 3 ഓവർ പന്തെറിഞ്ഞ കറൻ 38 റൺസ് വിട്ടുകൊടുത്താണ് നിർണായകമായ 3 വിക്കറ്റ് വീഴ്ത്തിയത്. ഇംഗ്ലീഷ് വിജയത്തിൽ നിർണായകമായ ഹാട്രിക് വീഴ്ത്തിയതിന് പിന്നാലെ ചരിത്ര നേട്ടവും കുറിച്ചിരിക്കുകയാണ് സാം കറൻ. രാജ്യാന്തര ട്വന്റിയിൽ ഹാട്രിക് നേടുന്ന രണ്ടാമത്തെ ഇംഗ്ലീഷ് താരമെന്ന റെക്കോർഡാണ് സാം കറൻ സ്വന്തം പേരിൽ എഴുതി ചേർത്തത്. ക്രിസ് ജോർദാനു ശേഷം ട്വന്റിയിൽ ഇംഗ്ലണ്ടിന് വേണ്ടി ഹാട്രിക് കുറിക്കുന്ന താരമാണ് കറൻ. മത്സരത്തിൽ ഇംഗ്ലണ്ട് 11 റൺസിന് വിജയം സ്വന്തമാക്കുകയും ചെയ്തു. മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ DLS നിയമപ്രകാരമാണ് ഇംഗ്ലണ്ട് വിജയം പിടിച്ചെടുത്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK-യിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെയും NHS ഇംഗ്ലണ്ടിനെയും മുൾമുനയിലാക്കിയ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ റിപ്പോർട്ട്. NHS-ലെ മെഡിക്കൽ അപകടം മൂലം രോഗികൾ മരിക്കുന്നത് തുടർക്കഥയാവുന്നു. ക്ലിനിക്കൽ വീഴ്ചകൾ 20 വർഷത്തിനിടെ 3 ഇരട്ടി വർദ്ധിച്ചപ്പോഴും കാര്യമായ നടപടിയെടുക്കാൻ ആരോഗ്യ വകുപ്പിനോ രോഗികളെ അപകടത്തിലാക്കുന്ന പ്രശ്നങ്ങൾ നേരിടാൻ NHS-നോ സാധിച്ചില്ല എന്ന് ക്ലിഫ്റ്റൺ ബ്രൗൺ. അഭയാർത്ഥികൾക്ക് ആശ്വാസം. രേഖകളില്ലാതെ അനധികൃതമായി രാജ്യത്ത് തുടരുന്ന 5 ലക്ഷത്തോളം അനധികൃത അഭയാർത്ഥികൾക്ക് രാജ്യത്ത് തുടരാൻ നിയമപരമായ അനുമതി നൽകുമെന്ന് സ്പെയിൻ. അനുമതി ലഭിക്കുന്നതിന് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന് തെളിയിക്കേണ്ടി വരും. ആവശ്യമായ രേഖകൾ സമ്പാദിക്കുന്നതിനായി പല രാജ്യങ്ങളുടെയും എംബസികൾക്ക് മുന്നിൽ വൻ തിരക്ക്. ബ്രിട്ടീഷ് പൗരന്മാർക്ക് സന്ദർശക വിസയിൽ ഇളവുകൾ അനുവദിക്കാൻ ചൈന. 30 ദിവസം വരെയുള്ള ചൈനീസ് സന്ദർശനത്തിന് ബ്രിട്ടീഷ് പൗരന്മാർക്ക് ഇനി മുതൽ വിസ വേണ്ട. ഇളവുകൾ അനുവദിക്കാൻ ധാരണയായത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും തമ്മിൽ നടത്തിയ ചർച്ചയിൽ. ദേശീയ സുരക്ഷാ വിഷയങ്ങളിലും വ്യാപാര വാണിജ്യ ബന്ധങ്ങളിലും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായി. എസ്കന്ദർ മമ്മിനിക്കെതിരെ ട്രംപ് ഭരണകൂടം. നടപടി ഇറാനിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന രാജ്യവ്യാപക പ്രക്ഷോഭം അടിച്ചമർത്തിയെന്ന് ആരോപിച്ച്. പ്രതിഷേധക്കാരുടെ മരണത്തിന് ഉത്തരവാദികളായ ഇറാനിലെ നിയമപാലക സേനയുടെ മേൽനോട്ടം വഹിച്ചത് മൊമനിയാണെന്ന് US ആരോപണം. പ്രക്ഷോഭം അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി ഇറാനിൽ കൊല്ലപ്പെട്ടത് 6300 പേർ. ചൈനയുമായി ബ്രിട്ടൻ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നത് വളരെ അപകടകരമാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്രംപിന്റെ പരാമർശം കീർ സ്റ്റാർമർ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ചർച്ചകൾ നടത്തുന്നതിനിടെ. കാനഡയുടെ നില അത്ര നല്ലതല്ല എങ്കിലും അതിനൊരു പരിഹാരമായി ചൈനയെ കാണാൻ കഴിയില്ല എന്നും ട്രംപ്. ആദായ നികുതി റെയ്ഡിനിടെ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ ഡോക്ടർ CJ റോയ് സ്വയം വെടിവെച്ച് മരിച്ച സംഭവത്തിൽ അന്വേഷണം CIDക്ക് കൈമാറി കർണാടക സർക്കാർ. റിയൽ എസ്റ്റേറ്റ് മേഖലയിലടക്കം വിപുലമായ പരിശോധന വേണ്ടിവരുമെന്ന് അന്വേഷണ സംഘം. ആത്മഹത്യ ആദായ നികുതി ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദമുണ്ടായതിന്റെ പേരിലെന്നും മരണത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും കുടുംബം. ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം നടന്ന കാർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായ ഭീകരാക്രമണ ഗൂഢാലോചന നടന്നതായി അന്വേഷണ സംഘം. പ്രതികൾ സ്ഫോടന പരമ്പര പദ്ധതിയിട്ടിരുന്നത് രാജ്യത്തെ പ്രമുഖ ഗ്ലോബൽ കോഫി ചെയിൻ ഔട്ട്ലെറ്റുകളിൽ. ഗ്ലോബൽ കോഫി ഷോപ്പുകളെ ലക്ഷ്യം വെച്ചത് ഗാസയിലെ ഇസ്രായേൽ സൈനിക നടപടിക്ക് മറുപടി നൽകാൻ. വൈറ്റ് കോളർ ഭീകര സംഘം രഹസ്യമായി രാജ്യത്ത് പ്രവർത്തിച്ചിരുന്നത് കഴിഞ്ഞ 4 വർഷത്തിലധികമായി. സംസ്ഥാനത്തെ സ്കൂളുകളിലെ പഠനഭാരം കുറയ്ക്കാൻ ഒരുങ്ങി വിദ്യാഭ്യാസ വകുപ്പ്. നടപടി 10ാം ക്ലാസ്സിൽ സിലബസ് കൂടുതലാണെന്ന കുട്ടികളുടെ പരാതിയിൽ. അടുത്ത വർഷം സിലബസ് 25% കുറയ്ക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.